പത്തനംതിട്ട കോന്നി മെഡിക്കൽ കോളേജ് സർജിക്കൽ വിഭാഗം OP-യിൽ ഒരു അജ്ഞാതൻ മെഡിക്കൽ രംഗത്തെ കുറവുകൾ ചൂണ്ടിക്കാട്ടിയിട്ട് ഒരു നോട്ടീസ് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. എന്താണ് അതിന്റെ മതിയായ വിവരങ്ങൾ? ചിത്ര, ഈ സംഭവം നടക്കുന്നത് ഇന്ന് ഉച്ചയോട് കൂടിയാണ്. അപ്പോൾ ഇത് ഈ പത്തനംതിട്ട മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് കോന്നിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഈ പറയുന്ന ഇത് ഒട്ടിക്കാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ പത്തനംതിട്ട നിയോജക മണ്ഡലമായിട്ടുള്ള മാവേലിക്കരയിൽ നിന്ന് മത്സരിച്ച് ജയിച്ച വ്യക്തിയാണ് നമ്മുടെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജ്. വീണ ജോർജ് ഇന്ന് പത്തനംതിട്ടയിൽ ജനറൽ ആശുപത്രിയിൽ ഏതോ ഒരു വിഭാഗത്തിന്റെ ഉദ്ഘാടനവുമായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് തന്നെയാണ് ഈ നോട്ടീസ് പ്രത്യക്ഷപ്പെടുന്നത്. അത് തന്നെയാണ് ഈ വിഷയത്തിന്റെ ഗൗരവത്തെ കൂടുതലായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ നോട്ടീസ് വളരെ രസകരമായിട്ടുള്ള നോട്ടീസാണ്. ഏകദേശം 12ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിനകത്ത്. അതായത് ഒരു നിർദ്ദേശം പോലെയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് മതിയായ ഡോക്ടർമാരില്ല, മതിയായ സൗകര്യങ്ങളില്ല, ഈ പറയുന്ന ഹൃദ്രോഗ വിഭാഗത്തിലും കരൾ രോഗ വിഭാഗത്തിലും മതിയായ ഡോക്ടർമാരില്ല, അതുപോലെ തന്നെ ഈ അസ്ഥിരോഗ വിദഗ്ധനില്ല. പക്ഷേ അതുപോലെ തന്നെ രാത്രിയായി കഴിഞ്ഞാൽ കാട്ടുപന്നികളുടെ ശല്യം, അടർന്നു വീഴുന്ന മേൽച്ചുമരുകൾ, ഇതെല്ലാം ഇങ്ങനെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഉള്ളിടത്ത് നമ്മുടെ ജീവൻ രക്ഷിക്കുവാനായിട്ട് ഓപ്പറേഷൻ ചെയ്യുവാനായി പോലും മതിയായ രോഗികളില്ലാത്തപ്പോൾ നമ്മളുടെ സ്വന്തം റിസ്കിൽ ഓപ്പറേഷൻ ചെയ്യാമെന്നാണ് മെഡിക്കൽ കോളേജുകൾ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു പുതിയ നിയമം അല്ലെങ്കിൽ ഒരു പുതിയ ന്യായം പറയുന്നത്. അത് അങ്ങനെ ഇത് മാത്രമല്ല, നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മളെ ജീവൻ അവർക്ക് പണയം വെക്കണം, നമ്മൾ എഴുതി കൊടുക്കണം. ഇതിനകത്ത് ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല, ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും ഞങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമായിരിക്കും. മതിയായ ഡോക്ടർമാരില്ലാത്ത രാഷ്ട്രീയത്തിലാണ്. ചിത്ര, ഇത് പത്തനംതിട്ട മെഡിക്കൽ കോളേജിന് വേണ്ടി മാത്രമുള്ള ഒരു മുന്നറിയിപ്പാണെന്ന് ചിത്രയ്ക്ക് തോന്നുന്നു. ചിത്ര എറണാകുളം മെഡിക്കൽ കോളേജിൽ എന്തെങ്കിലും ആവശ്യത്തിനായിട്ട് പേഷ്യന്റ് ആയിട്ട് പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെ കുറെ ദിവസങ്ങളോളം അങ്ങനെ കിടക്കേണ്ട ആവശ്യങ്ങളൊന്നും ജസ്റ്റ് പോയി വന്നിട്ടേ ഉള്ളൂ. പക്ഷെ ഞാൻ ഒരു പേഷ്യന്റ് ആയിട്ട് പോയപ്പോൾ ഞാനൊരു ബോൺ ഫ്രാക്ചർ ആയിട്ടാണ് ഞാൻ പോകുന്നത്. അവിടെ വെച്ച് ഞാൻ അനുഭവിച്ചത്, എന്റെ കൂടെ ഇവിടുത്തെ സഹപ്രവർത്തകർ, ഈ ഓഫീസിലെ സഹപ്രവർത്തകർ തന്നെ ഉണ്ടായിരുന്നു. അന്ന് അവിടെ നിന്ന് ഇറങ്ങി വെച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇനി ചാവാൻ കിടന്നാൽ പോലും കളമശ്ശേരി മെഡിക്കൽ കോളേജിലോട്ട് ഞങ്ങൾ ആരും വരില്ല എന്ന് പറഞ്ഞാൽ എന്റെ കൂടെ ഉണ്ടായിരുന്നു അവർ പോകുന്നത്. സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ ജനറൽ OP-യിൽ പോലും ഒരു ഡോക്ടർമാരുടെ സേവനം ഇല്ല. ഉള്ളതെന്ന് പറഞ്ഞാൽ മെഡിക്കൽ വിദ്യാർത്ഥികളാണ് ഉള്ളത്. അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പോലെയല്ല. എൻ്റെ ഷോൾഡർ ബോൺ ഒടിഞ്ഞിട്ടാണ് ഞാൻ ചെല്ലുന്നത്. എൻ്റെ ഷോൾഡർ ബോൺ ഒടിഞ്ഞിട്ട് എനിക്ക് അത്രയും പെയിൻഫുൾ ആയിട്ടിരിക്കുന്ന ഒരു മൊമെന്റിൽ എനിക്കൊരു വേദന സംഹാരി കുത്തിവെക്കാനോ മറ്റൊന്നിനും ശ്രമിക്കാതെ പച്ചയ്ക്ക് അവരത് പിടിച്ചിടാൻ ശ്രമിക്കുകയാണ്. അസ്ഥി പൊട്ടി മാറി നിൽക്കുന്നത് എക്സ്റേക്കുള്ളിൽ കണ്ടിട്ട് പോലും ഇവരെന്റെ ശരീരത്തെ ഒരു പരീക്ഷണ വസ്തുവാക്കി മാറ്റി. ഇതേ അവസ്ഥ തന്നെയാണ് കോട്ടയം മെഡിക്കൽ കോളേജ്. കോട്ടയം മെഡിക്കൽ കോളേജിലെ വിത്തി ഇടിഞ്ഞു വീണ ഒരു സ്ത്രീ മരിച്ചത് അധികം നാളുകളായിട്ടില്ല. പക്ഷെ അതിനെ മുക്കാൻ ശ്രമിച്ചെങ്കിലും മാധ്യമങ്ങൾ അതിനെ പൊക്കിയെടുത്ത് വെളിയിൽ കൊണ്ടുവന്നു. അതുപോലെ തന്നെ മെഡിക്കൽ രംഗത്തിന്റെ തകർച്ച നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഒരു കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റിയ സംഭവം, അതുപോലെ തന്നെ ഗർഭിണിയുടെ വയറ്റിൽ വെച്ച് കത്രിക തുന്നിയ സംഭവം, കൈയുടെ പരിക്കുമായിട്ട് ചെന്നവന്റെ കണ്ണിന് ഓപ്പറേഷൻ ചെയ്ത് വിട്ട സംഭവങ്ങൾ, ഇങ്ങനെ ഈ ആരോഗ്യരംഗം പൂർണ്ണമായി തകർന്ന് തരിപ്പണമായി കിടക്കുന്ന സമയത്ത് പോലും നമ്മുടെ ആരോഗ്യമന്ത്രിയോട് ചോദിക്കുമ്പോൾ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ എന്താണ്? സിസ്റ്റത്തിന്റെ തകരാറാണ്. ഇതെല്ലാം സിസ്റ്റത്തിന് തകരാറാണെന്ന് പറയുന്നത്. നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി നമ്മുടെ ഒരു സഹപ്രവർത്തകയായിരുന്നു എന്നും കൂടെ ഓർക്കണം. അതായത് ഈ ഓഫീസിൽ വർക്ക് ചെയ്തതൊന്നല്ല, നമ്മളെപ്പോലെ തന്നെ ഒരു മാധ്യമ പ്രവർത്തകയായിരുന്നു അവർ. ആ ഒരു മാന്യതയും മര്യാദയും പോലും അവർ ഈ ഭരണത്തിൽ കാണിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മളും ഇവരെ പോലെ പൊട്ടന്മാരാണെന്ന് നാട്ടുകാർ ചിന്തിച്ചു പോകുന്ന ഒരു അവസ്ഥയിലാണ് ഇവർക്കെതിരെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരുന്നത്, പ്രതികരിക്കേണ്ടി വരുന്നത്. നമ്മുടെ അവസ്ഥ കൊണ്ടാണ്, ഒട്ടും താല്പര്യം ഉണ്ടായിട്ടല്ല. ഇവരെ എന്താ പറയുക, ഇവരെ എടുത്ത് വലിച്ചു കയറി ഭിത്തിയിലൊട്ടിക്കണം അല്ലെങ്കിൽ ഇവരോട് ഇങ്ങനെ പറയണമെന്നൊന്നുമില്ല. പക്ഷെ സ്വന്തം മണ്ഡലമായിട്ടുള്ള പത്തനംതിട്ടയിൽ, അതായത് സ്വന്തം ജില്ലയായിട്ടുള്ള പത്തനംതിട്ടയിൽ ആരോഗ്യവകുപ്പ് മന്ത്രി തൊട്ടടുത്ത ഒരു ആശുപത്രിയിൽ, അതായത് ജനറൽ ആശുപത്രിയിൽ ഇങ്ങനെ ഒരു ഉദ്ഘാടനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഒരു നോട്ടീസ് വരുമ്പോൾ സൂപ്രണ്ട് ഇപ്പോൾ വിശദീകരണം ചോദിച്ചിരിക്കുകയാണ്. ഈ വിശദീകരണം ചോദിക്കുന്നതിന് പകുതി സമയം മതി ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി സിസ്റ്റമായിട്ട് കൊണ്ടുനടക്കാനായിട്ട്. നല്ല ഓക്സിജൻ സിലിണ്ടറുകളുള്ള എത്ര മെഡിക്കൽ കോളേജുകൾ കേരളത്തിലുണ്ടെന്ന് ചിത്ര കരുതുന്നത്? മിക്ക മെഡിക്കൽ കോളേജുകളിലും ഓക്സിജൻ സിലിണ്ടറുകൾ കണ്ടു കഴിഞ്ഞാൽ അത് എപ്പോൾ പൊട്ടിത്തെറിക്കുന്നുള്ള പേരിലാണ് ഇരിക്കുന്നത്. കാരണം അത്രയും തുരുമ്പെടുത്ത ഓക്സിജൻ സിലിണ്ടറുകൾ, കാലൊടിഞ്ഞു പോയിട്ടുള്ള വീൽ ചെയറുകൾ, ഇപ്പോൾ കുഴിത്തുരുമ്പ് പിടിച്ചുള്ള ട്രിപ്പ് സ്റ്റാറ്റുകൾ, അതുപോലെ തന്നെ കട്ടിലുകളുടെ പഞ്ഞികൾ കീറിപ്പോയിട്ടുള്ള മെത്തകൾ. പലർക്കും മെത്ത ഇല്ല. ആ മെത്തയെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ പോക്കറ്റ് 10 രൂപ വേണം. അതില്ലാത്ത 10 രൂപ ഉള്ളവൻ എങ്ങനെയാണെങ്കിലും എങ്ങോട്ടേക്ക് പോകും? മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് പോവുള്ളൂ. ഈ മെഡിക്കൽ കോളേജിലോട്ട് പോയിട്ട് ഇവന്റെ ഒന്ന് മോൻ കാണാനായിട്ട് പോവില്ല. പിന്നെ പ്രതിഷ്ഠയേക്കാൾ വലിയ പൂജാരിയുള്ള ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞ പോലെയാണ് പല മെഡിക്കൽ കോളേജുകളുടെ അവസ്ഥ. ഡോക്ടർമാരെക്കാട്ടി വലിയ സെക്യൂരിറ്റിക്കാരാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വിഷയങ്ങൾ എന്നും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി പറയുന്നത് ഇതൊന്നും എന്റെ കുഴപ്പമില്ല, എനിക്കിതെപ്പോഴും ഇത് നോക്കി നടക്കുകയല്ല എന്റെ പരിപാടി, ഇതൊക്കെ സിസ്റ്റത്തിന്റെ തകരാറാണ്. ഈ സിസ്റ്റം ശരിയാക്കുവാനായിട്ട് ഒരു ഡോക്ടർ പറഞ്ഞപ്പോൾ അയാൾ അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്ന് പണം എടുത്ത് സർജിക്കൽ ഉപകരണങ്ങൾ വാങ്ങിച്ചു നൽകിയപ്പോൾ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് പുറത്തേക്ക് വിട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയാണ് നമുക്കുള്ളത്. പിന്നെ കുറെ സൂപ്രണ്ടുമാരുണ്ട്, അവർക്ക് എല്ലാത്തിനും വിശദീകരണം മാത്രം മതി. എന്നാൽ ഈ ചികിത്സാ പിഴവുകൾക്കുള്ള വിശദീകരണങ്ങളൊന്നും ആരും പറയുന്നില്ല.
പിന്നെ 108ന്റെ കുറച്ച് ആംബുലൻസുകളും പിന്നെ കുറെ സ്വകാര്യ ആംബുലൻസുകളും ഓടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ആംബുലൻസ് സംവിധാനം വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. പക്ഷെ അവിടെയും പരാജയമാണ്. സൈറനിട്ട് പാഞ്ഞു കഴിഞ്ഞാൽ റോഡിൽ കൂടെ പോകുന്നവരുടെ ജീവനൊന്നും യാതൊരു വിലയില്ല. ഒരാൾ പോലും ഇല്ല സൈറനിട്ട് വായുന്ന കുറെ ആംബുലൻസുകളുള്ള ഒരു നാടാണ് നമ്മുടേത്. ഈ കഴിഞ്ഞ ദിവസം എന്റെ നാട് എന്ന് പറയുന്നത് അറിയാലോ, കോട്ടയം ജില്ല പാലായ്ക്കും പൊൻകുന്നത്തിനും ഇടയിലുള്ള ഒരു സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. അപ്പം പൊൻകുന്നം ടൗണിൽ അവിടെ ഒരു സീബ്ര ലൈനും ഒരു ചെറിയ ട്രാഫിക് ഐലൻഡും ഉണ്ട്. അവിടുന്ന് റോഡ് മുറിച്ച് കടന്ന ഒരു വൃദ്ധൻ, അയാൾക്ക് ഒരു ഏകദേശം 60 വയസ്സോളം ഉണ്ട്. ആ ഒരു വീഡിയോ ദൃശ്യത്തിൽ തന്നെ കാണാം. അയാൾ പകച്ചു നിൽക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ. മെയിൻ ടൗണിൽ അത്രയും തിരക്കുള്ള പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ ഫ്രണ്ടിൽ ബസ്സുകൾ ഇറങ്ങി വരുന്ന റൂട്ടിൽ 100 കിലോമീറ്റർ അടുത്ത് സ്പീഡിലേക്ക് വരുന്ന ഒരു ആംബുലൻസ് ഒരു രോഗിയുടെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി റോഡിലുള്ള എല്ലാവരുടെയും ജീവൻ കളയണമെന്ന് എവിടെയാണ് നിയമം വെച്ചിട്ടുള്ളത്? ഇതിനെ കൺട്രോൾ ചെയ്യേണ്ട ആരാണ്? വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് മാത്രമാണോ? ഇതിനെ ആരോഗ്യവകുപ്പ് കൺട്രോൾ ചെയ്യേണ്ടതല്ലേ? ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ പോകണമെന്നുള്ള നിയമം. അതിനകത്തുണ്ടായിരുന്ന എന്തോ ചെറിയ പരിക്കുള്ള ഒരു രോഗിയായിരുന്നു. പക്ഷെ നഷ്ടപ്പെട്ട ആ മനുഷ്യന്റെ ജീവനോ? കുടുംബം നോക്കുവാനായിട്ട് തമിഴ്നാട്ടിൽ നിന്ന് വന്ന് ഇവിടെ താമസിക്കുന്ന ഏതോ ഒരു പാവപ്പെട്ട ഒരു മനുഷ്യനാണ്. അയാൾ പകച്ചു പോവാണ്. അയാൾക്ക് എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാക്കുന്നതിന് ഇപ്പോൾ അയാൾ ഇടിയായിട്ട് തെറിച്ചു പോവാണ്. ഇങ്ങനെ ആകെ മൊത്തം നോക്കുവാണെന്നുണ്ടെങ്കിൽ ചേരകണ്ഠത്തിൽ വിരിഞ്ഞ താമര പോലെയാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ആരോഗ്യ വകുപ്പിന്റെ കിടപ്പ്. എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആ പുഷ്പത്തിലേക്ക് ഒന്ന് അടുക്കണമെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ കുളമായി കിടക്കുന്ന ഈ ചേറുകണ്ടത്തിൽ മുട്ടോളം നടന്ന് വേണം ചെല്ലാനായിട്ട്. അതിനാരെങ്കിലും ബുദ്ധിമുട്ടു? കരയിൽ നിന്ന് കിട്ടുന്ന മൾട്ടി സ്പെഷ്യാലിറ്റി പോലുള്ള പൂന്തോട്ടങ്ങൾ തേടി ആൾക്കാർ പോകുന്നതിന് ഒന്നും പറയാനില്ല. പിന്നെ നോട്ടീസ് ഒട്ടിച്ച വളരെ നല്ല കാര്യമാണ്. ഇനിയെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ മാറ്റം വരുത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ വരുത്തട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. ചിത്രയ്ക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ ഇതിനകത്ത് പറയാം. അതിനകത്ത് അങ്ങനെ ഒരു നോട്ടീസ് ഒട്ടിച്ചുകൊണ്ട് അങ്ങനെ കുറെ കാര്യങ്ങൾ നടപ്പിലാക്കുമെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. ഇപ്പം പ്രശാന്ത് പറഞ്ഞ പോലെ തന്നെ അവരിതിന്റെ കാര്യകാരണങ്ങൾ കണ്ടുപിടിക്കുമായിരിക്കും, അല്ലെങ്കിൽ ഇത് ആരാണ് ഒട്ടിച്ചത് എന്നുള്ള രീതിയിലേക്കൊക്കെ പോകുന്നതേ ഉള്ളൂ. ഇല്ലാണ്ട് അവിടെ വലിയൊരു നടപടിയും കാര്യങ്ങളും എടുക്കാനായിട്ട് അവർ തയ്യാറാവില്ല. അയാൾക്കെതിരെ നടപടി ഉണ്ടാവും എന്തായാലും നടക്കും. ഇല്ലാണ്ട് ആ ഒരു പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊണ്ടിട്ടുള്ള ഒരു നടപടിയും കാര്യങ്ങളും ഒന്നും എടുക്കാനുള്ള ഒരു വകുപ്പും ഞാൻ ഇതിനകത്ത് കാണുന്നില്ലെങ്കിലും പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയെങ്കിലും സിസ്റ്റം പൂർണ്ണമായിട്ടും മാറട്ടെ. ഇങ്ങനെയുള്ള സിസ്റ്റങ്ങൾ മാറിയില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ ജീവൻ എന്താണ് ഒരു ഉറപ്പുള്ളത്? എപ്പോഴും നമുക്ക് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലൊക്കെ പോകാൻ പറ്റൂ. സാധാരണക്കാരുടെ ഒരു ആശ്രയം എന്ന് പറയുന്നത് എപ്പോഴും മെഡിക്കൽ കോളേജുകൾ മാത്രമാണ്. അവിടെ ഇങ്ങനെ ജീവൻ രക്ഷിച്ചു നൽകേണ്ട ആലയങ്ങൾ ജീവൻ എടുക്കുന്ന കശാപ്പ് ശാലകളായി മാറുന്ന അവസ്ഥയെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതിഭീകരമായ ഒരു അവസ്ഥയാണത്. അത് ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം നമുക്ക് മാത്രമല്ല, നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഒരാളുടെ ആണെങ്കിൽ പോലും ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ. എല്ലാം മാറണം, സിസ്റ്റം മൊത്തത്തിൽ മാറണം, എല്ലാം നല്ല രീതിക്ക് നടക്കണം. പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. നടന്നാൽ കൊള്ളാം, നടക്കില്ല എന്നറിയാമെങ്കിൽ പോലും.